കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. ക്രിസ്മസിൻ്റെ അനുഭവത്തിന് വേണ്ടി നമ്മൾ ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങുകയായിരുന്നു. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഒരു ക്രിസ്തുമസ് അനുഭവം നമുക്കെല്ലാം ലഭ്യമാകുവാൻ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും സമർപ്പിത സമൂഹങ്ങളും സഭ മുഴുവനിലും ലോകത്തിലെല്ലാം ഈ ക്രിസ്മസിൻ്റെ പ്രകാശം വ്യാപരിക്കുവാനായി, കർത്താവിൻ്റെ ജന്മദിനത്തിൻ്റെ യഥാർത്ഥമായി ചൈതന്യത്താൽ ഈ തലങ്ങളെല്ലാം നിറയപ്പെടുവാനായി നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. 118 സങ്കീർത്തനം 24 തിരുവചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. അനേക പ്രാവശ്യം നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള വചനമാണിത്. കർത്താവ് ഒരുക്കുന്ന ഓരോ ദിനവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഓരോ ദിനത്തിനും അതാതിൻ്റെ പ്രത്യേകതകളുണ്ട്. ക്രിസ്മസിനോട് ഏറ്റവും ഒരുങ്ങിയ ഈ സമയത്ത് ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. 2021 അവസാനിക്കുവാൻ പോകുന്നു. ഈ ക്രിസ്മസ് ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ഉണർവിൻ്റെയും പ്രതീക്ഷകൾ നമുക്ക് തരികയാണ്. ലോകം മുഴുവനിലും തിരുസഭയിലും ഈ ചൈതന്യം പ്രകാശം പോലെ പ്രസരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടുള്ളൊരു ആനന്ദമുണ്ട്, ഒരു സെലിബ്രേഷൻ ഉണ്ട്. അതിനായി ദൈവത്തിൻ്റെ അരൂപി നാം എല്ലാവരെയും വിളിക്കുകയാണ്. ഈ വചനത്തിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു നിമിഷം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളും നമ്മൾ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടുംബപരമായ വിഷയങ്ങൾ, വ്യക്തിപരമായ വിഷയങ്ങൾ, മക്കളെക്കുറിച്ചുള്ള വിവിധങ്ങളായ ആകുലതകൾ, സാമ്പത്തിക ബാധ്യതകൾ ഒരു വശത്ത്, വിട്ടുമാറാത്ത രോഗപീഠകൾ മറുവശത്ത്, കുടുംബത്തിൽ അടിക്കടിക്ക് ഉണ്ടാകുന്ന കലഹങ്ങളും വേദനകളും തകർച്ചകളും മൂലം നൊമ്പരപ്പെട്ട് കഴിയുന്ന 10,000 നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കർത്താവ് എന്നെയും നിന്നെയും വിളിക്കുകയാണ് അവൻ നൽകുന്ന സമാധാനത്തിലേക്ക്, യേശു നൽകുന്ന യഥാർത്ഥമായ രക്ഷയിലേക്ക്, യേശുവിന് മാത്രം നൽകാൻ കഴിയുന്ന ശാശ്വതമായ ആനന്ദത്തിലേക്ക് ക്രിസ്തു നമ്മെ വിളിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് വലിയ ദാഹത്തോടെ ഒരു മനസ്സോടെ നമ്മൾ വിളിക്കുകയാണ്. എല്ലാവരും വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ യേശു നൽകുന്ന രക്ഷയുടെ അനുഭവം, സമാധാനം, ആനന്ദം, പ്രത്യാശ ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, സഭ മുഴുവനിലും, ലോകം മുഴുവനിലും വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, അവിടുത്തെ 10,000ങ്ങളിലേക്ക് വരണമേ, അവിടുത്തെ 10,000ങ്ങളിലേക്ക് വരണമേ, അങ്ങയുടെ ജനലക്ഷങ്ങളിലേക്ക് വരണമേ, യേശു ക്രിസ്തു നൽകുന്ന യഥാർത്ഥമായ രക്ഷയിലേക്ക് അനേകമായിരങ്ങളെ അവിടുന്ന് ഉണർത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കരഘോഷത്തോടെ കർത്താവായ യേശുവിലാണ് നമ്മുടെ രക്ഷ.
നമ്മുടെ രക്ഷയുടെ പേര് യേശു ക്രിസ്തുവാണ്. ദൈവം ലോകജനതയ്ക്ക് ഒരുക്കിയ രക്ഷാനാമമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ രക്ഷയുടെ ആധാരവും അടിസ്ഥാനവും ഈശോയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവേ, എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. അങ്ങ് ലോകം മുഴുവനും നൽകിയ രക്ഷ ജനകോടികൾ ഏറ്റെടുക്കുവാൻ, ലോകം മുഴുവൻ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് കരമടിച്ച് എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് ഉണർവോടെ പാടി കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമം. ആ ബോധ്യത്തോടെ പാടി പ്രാർത്ഥിച്ചേ. നമ്മുടെ രക്ഷ യേശുവാണ്. യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. ആമേൻ, ആമേൻ കർത്താവേ, ഞങ്ങളത് വിശ്വസിക്കുന്നു, ഉറപ്പോടെ ഏറ്റുപറയുന്നു. കൃപ ചെയ്യണമേ, കരുണ കാണിക്കണമേ. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ. ദൈവം മാനവരക്ഷയ്ക്കായി നൽകിയ നാമമേ യേശുവിന്റെ നാമം. അവനിലാണ് നമ്മുടെ രക്ഷ. അവനിലാണ് ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ. യേശുവെന്നൊരു വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആമേൻ, ആമേൻ കർത്താവേ, ഉറപ്പോടെ ഏറ്റുപറഞ്ഞേ. അനേകായിരങ്ങളിലേക്ക് ഈ നാമത്തിന്റെ കൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ നാമത്തിന്റെ ശക്തിയാ ലോക ജനത ഉണരട്ടെ. ഈ നാമത്തിന്റെ ശക്തിയാ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ. ഈ നാമത്തിന്റെ ശക്തിയാ ഹീലിംഗുകൾ വെളിപ്പെടട്ടെ. ഈ നാമത്തിന്റെ അത്ഭുത ശക്തിയാ അനേകായിരങ്ങൾ മാനസാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ. കരമുയർത്തി, സ്വരമുയർത്തി, ഹൃദയം തുറന്ന് നമ്മൾ ഒരുമിച്ചൊരു മനസ്സോടെ വിളിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ കർത്താവേ, ഈശോയേ, ഞങ്ങളേക രക്ഷകനേ, ഞങ്ങളേക കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ ലോകജനത സ്വന്തമാക്കുവാൻ, ഈ രക്ഷയുടെ അനുഭവത്തിൽ അനേകമായിരങ്ങൾ ജീവിക്കുവാൻ, അസംഖ്യം ആത്മാക്കൾ രക്ഷയിൽ നിറയപ്പെടുവാൻ കർത്താവേ കൃപ ചെയ്യണമേ, കരുണ കാണിക്കണമേ. എല്ലാ ജനപദങ്ങളിലേക്കും കരുണ ഒഴുകട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക പിടികള്, നാരിക പോരുകള്, സാത്താൻ ആക്രമണങ്ങള്, പൈശാചിക രൂപികള് യേശുനാമത്തിൽ അനന്ത ശക്തിയാ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ഹോളി സ്പിരിറ്റ്, യേശു നൽകിയ രക്ഷ ലോക ജനതകളിലേക്ക് പകരണമേ. റിലീസ്, റിലീസ് ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ കർത്താവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ രക്ഷ ഇപ്പോൾ നിറയട്ടെ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ ഈ രക്ഷയുടെ തീ പടരട്ടെ. പൈശാചിക സ്വാധീനങ്ങള്, നാരകീയ അസ്വസ്ഥതകള്, സാത്താൻ കെട്ടിവെച്ച സകല കെട്ടുപാടുകളും യേശു നൽകിയ രക്ഷയുടെ അനന്ത ശക്തിയാൽ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആമേൻ. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. പരിശുദ്ധമ്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, ക്രിസ്മസ് അനുഭവം ഞങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വസ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. ആമേൻ, ഹല്ലേലൂയ.
വചനം ധ്യാനിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്കായിരിക്കാം. 2021 ക്രിസ്മസ് ഏറ്റവും രക്ഷാകരമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്ക് തീരാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ക്രിസ്മസ് നമുക്ക് അനുഭവമാകുവാൻ. ക്രിസ്മസ് നമുക്ക് അനുഭവമാകുവാൻ. നമ്മൾ അനേകം ക്രിസ്മസ് ആഘോഷിച്ചവരാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന രക്ഷയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കിയില്ലെങ്കിൽ ഈ ആഘോഷങ്ങളും ആർഭാടങ്ങളെല്ലാം നിർജീവമാണ്, വ്യർത്ഥമാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുകയാണ്. ക്രിസ്മസ് നമുക്ക് അനുഭവമാകണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് കർത്താവിന് നൽകേണ്ടത്? 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു നമുക്ക് നേടിത്തന്ന സമ്പൂർണമായ രക്ഷ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റെടുത്ത് ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരാണ്. എത്ര ശ്രേഷ്ഠരാണ്! ഉന്നതമായ വിളിയാണ് നമുക്ക് സ്വർഗം തന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് സഭയെ അറിയിക്കുകയാണ്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം തിരുവചനം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മെ അറിയിക്കുന്നത്? ക്രിസ്മസ് നമുക്ക് രക്ഷാകരമായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ തിരുവഴുത്തിലൂടെ ദൈവാത്മാവ് ആലോചന തരികയാണ്. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ആഘോഷങ്ങളും ആനന്ദാർപ്പിടുകളെല്ലാം വളരെ നല്ലതാണ്. എന്നാൽ അതിൽ പരിശുദ്ധാത്മാവുണ്ടോ, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം നമ്മുടെ ആഘോഷങ്ങളിൽ പരിവർത്തിക്കണമെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മനോഭാവങ്ങൾ, ജീവിത ശൈലി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണം. എന്തിനാണ് യേശു ലോകത്തിലേക്ക് വന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. ഇത് സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമാണ്, സുവിശേഷത്തിൻ്റെ പ്രഖ്യാപനമാണ്. സുവിശേഷം മുഴുവൻ ഈ ഒരൊറ്റ വചനത്തിൽ അധിഷ്ഠിതമാണ്. ആരും നശിച്ചു പോകാതെ സകല മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുവാൻ തക്ക വിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു, മനുഷ്യ മക്കളെ സ്നേഹിച്ചു. ദൈവപിതാവിനെ നമ്മോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കർത്താവായ യേശുവിനെ, തൻ്റെ ഏകപുത്രനായ ഈശോയെ നമുക്ക് രക്ഷയായി എന്നേക്കുമായി നൽകിയത്. ഈ ആഘോഷമാണ് ക്രിസ്മസ്, a joy of salvation. ഓരോ ക്രിസ്മസ് സെലിബ്രേഷനിലും രക്ഷയുടെ ആനന്ദമുണ്ടാകണം. കർത്താവ് നേടിത്തന്ന രക്ഷയുടെ തുടിപ്പുണ്ടാകണം. ഈശോ നൽകിയ രക്ഷയുടെ നിറവ് ഈ ആഘോഷങ്ങളിൽ ഇല്ലെങ്കിൽ അത് വെറും ഒരു ആർഭാടമായി, അത് വെറും സമയം കളയുന്നൊരു നിർജീവ പ്രവൃത്തിയായി മാറ്റപ്പെടുകയാണ്. കർത്താവിൻ്റെ മനസ്സെന്താണ്? അപ്പോസ്തലനായ പൗലോസ് വീണ്ടും സഭയോട് പറയുന്നുണ്ട്. തിമോഥെയോസിന് 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 4-ാം വചനം. എല്ലാവരും
രക്ഷ പ്രാപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേറൊരു ആഗ്രഹമില്ല. ഓരോ മനുഷ്യനും എത്ര നികൃഷ്ടമായി ജീവിക്കുന്ന വ്യക്തിയാവട്ടെ, എന്തുമാത്രം കഠോരമായ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാവട്ടെ, എല്ലാ ആത്മാക്കളുടെയും രക്ഷയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആരും നശിച്ചു പോകാൻ, ആരും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ഒരു നാളും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. സകല ആത്മാക്കളും രക്ഷപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ മനസ്സ് ഇതാണ്, എല്ലാവരും രക്ഷപ്പെടണം. അതിനാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവം ഇവൻ്റ് എന്ന് പറയുന്നതാണ്. നമ്മൾ ലോകത്തിൽ മഹാത്ഭുതങ്ങളുണ്ട്. ലോകത്തിൽ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് ഇന്നോളമുള്ള ലോക ചരിത്രത്തിൽ, ഇനി വരാൻ പോകുന്ന ചരിത്രത്തിലും ഏറ്റവും വലിയ ഇവന്റ്, ഏറ്റവും വലിയ സംഭവം. ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക്, മണ്ണിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. അതാണ് ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവവും അത്ഭുതവും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വചനത്തിൽ പരിശുദ്ധ അമ്മ മാതാവും ഔസേപ്പിതാവും ചേർന്ന് ഉണ്ണീശോയെ ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഒരു പ്രവചന ദൂത് അവിടെ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവിൻ പ്രചോദിതനായി ശിമയോൻ ഉണ്ണീശോനെ കൈകളിലെടുത്ത് പറഞ്ഞ പ്രവചന ദൂതുകളുണ്ട്. ഇറ്റ്സ് എ പ്രൊഫറ്റിക്. ആ വചനം മുഴുവൻ കർത്താവിൻ്റെ പ്രവചന ചൈതന്യമാണ്. എന്താണ് ശിമയോൻ പറഞ്ഞത്? സകല ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് ക്രൈസ്തവർക്ക് മാത്രമല്ല, എല്ലാ ജനപദങ്ങൾക്കു വേണ്ടി, ലോകത്തിലുള്ള എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലും, രാജ്യങ്ങളിലുള്ള സകല മനുഷ്യരെയും ഒരു വ്യക്തിയെ പോലെയും ദൈവം മാറ്റി നിർത്തിയിട്ടില്ല. ലോക ജനത മുഴുവനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു. സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ വാക്കുകളാണ്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് വെറും ഒരു അനുഭവമല്ല. രക്ഷ അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരത്രേ ജീസസ് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു, അതാണ് നമ്മുടെ രക്ഷ. ഈശോയിലാണ് നമ്മുടെ രക്ഷ. യേശുവിൽ മാത്രമാണ് നമ്മുടെ രക്ഷ. യേശുവിനെ കൂടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ദൈവമക്കളെ, സാധ്യമല്ല. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുവിനും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം, യേശുവിൻ്റെ നാമം. നമ്മൾ നേരത്തെ പാടിയില്ലേ, മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമം. ഇതാണ് ക്രിസ്മസിന് നമുക്ക് നൽകാനുള്ള മെസ്സേജ്. യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ. മറ്റൊരു നാമം ഇല്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ, ഈശോ എന്ന നാമം മാത്രം. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുന്നുണ്ട് കൊളോസ്യർക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 9-10 വചനങ്ങളിൽ, ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ക്രിസ്തുവിലാണ് മൂർത്തീഭവിച്ചിരിക്കുന്നത്. അവനെ കൂടാതെ നമുക്ക് രക്ഷയില്ല. അവനെ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ തകർച്ചയുടെയും സർവനാശത്തിൻ്റെയും അടിസ്ഥാനം യേശുവിനെ ലോകം അവഗണിച്ചു, മാറ്റി നിർത്തി. ഈശോ നൽകിയ രക്ഷ റിജക്റ്റ് ചെയ്യാണ്, അവഗണിച്ച് കളഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. രക്ഷ ഒരു അനുഭവമല്ല, രക്ഷ യേശുവാണ്. യേശുവിനാണ് നമ്മുടെ രക്ഷ, അവനാണ് നമ്മുടെ രക്ഷ. ഈ രക്ഷയുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്.
ശിമയോന് ക്രിസ്മസ് അനുഭവം ഉണ്ടായി. ശിമയോൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, എല്ലാ ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. എത്ര മനോഹരമായ തിരുമൊഴിയാണത്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ പൗലോസ്ലീഹ ഫിലിപ്പിക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം അവിടെ 6, 7, 8, 9 തിരുവചനങ്ങൾ കാണാൻ പറ്റും. അവിടെ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനുണ്ടായ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. ഏത് മനോഭാവം? ക്രിസ്തുവിലുണ്ടായിരുന്ന മനോഭാവം എന്താണ്? ഒന്നാമത് പറയാണ്, ഫിലിപ്പിക്കാർക്കുള്ള ലേഖനം 2-ന്റെ 6, 7 വചനങ്ങളിൽ പറയാണ്, ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി യേശു പരിഗണിച്ചില്ല. ഇത് പ്രസംഗിക്കാൻ എത്ര എളുപ്പമാണ്, കേട്ടിരിക്കാനും വളരെ വളരെ സുഖമുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ ചില പദവികളും നമ്മുടെ ചില സുഖങ്ങളും നമ്മുടെ ചില അധികാരങ്ങളും നമ്മുടെ സ്വാധീനങ്ങളൊക്കെ ഇട്ട് കളഞ്ഞ് ഒന്നുമില്ലാത്തവനെ പോലെ ഒന്നുമില്ലാത്തവളെ പോലെ ആകുവാൻ നമ്മോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ ആരെങ്കിലും യെസ് പറയോ? ഇതൊക്കെ പറയാൻ എളുപ്പം ദൈവമക്കൾ, യെസ് പറയൂ. നിങ്ങൾ ചിന്തിക്കണം, സകല മഹത്വത്തിലും പൂർണ്ണതയുള്ളവനായി യേശു ദൈവമായി നവവൃന്ദ മാലാഖമാര്, കോടിക്കണക്കിന് മാലാഖമാര് പരിശുദ്ധൻ പാടി ആരാധിച്ച് അവൻ്റെ മഹത്വം ദർശിച്ച്, അത് നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് എളുപ്പമല്ല ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും. അതിനേക്കാൾ എത്രയോ അപ്പുറത്താണ് കർത്താവിൻ്റെ നിത്യമായ മഹത്വം. തൻ്റെ സകല മഹത്വം ഇട്ടുകളഞ്ഞു, ഉപേക്ഷിക്കുകയാണ്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ എന്തു ചെയ്തു? തന്നെ ശൂന്യനാക്കിയിട്ട്, ഒന്നുമില്ലാത്തവനെ പോലെ. അതൊരു രാജാതി രാജാവായ സർവശക്തനായ ദൈവം ഒരു കൊച്ചു കുഞ്ഞിനെ, ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട്, അതും ആ പശുക്കളുടെ കാലികളുടെ തൊഴുത്തിലാണ് ഈശോഭൂജാതനാകുന്നത്. ആ താഴ്മയാണ് ദൈവമക്കളെ. ക്രിസ്മസ് നമുക്ക് അനുഭവമാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന എന്താണ്? ഈ താഴ്മയുടെ അനുഭവമാണ്. നമുക്ക് ചിലത് വിട്ടുകളയാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൻ്റെ പല സുഖങ്ങളും പദവികളും, ഇതിലൊക്കെ ഒരു സുഖമുണ്ട്. അധികാരത്തിനൊരു സുഖമുണ്ട്, പദവികളിൽ സുഖമുണ്ട്, നമ്മുടെ സ്റ്റാറ്റസിൽ നമുക്കൊരു സുഖമുണ്ട്, നമ്മുടെ സ്വാധീനങ്ങളിലും ബന്ധങ്ങളിലൊക്കെ നമുക്കൊരു അതാണ് ഈ സുഖം. ഈ സുഖങ്ങൾ വിട്ടുകളയാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. നമ്മൾ എളിമപ്പെടാതെ, കർത്താവ് ആഗ്രഹിക്കുന്നൊരു താഴ്മയിലേക്ക് ഞാനും നീയും ഇറങ്ങി വരാതെ ക്രിസ്മസ് നമുക്ക് അനുഭവമില്ല. രക്ഷ നമുക്ക് അതൊരു എക്സ്പീരിയൻസ് ആയി, നമുക്ക് ആ ജോയ് ഓഫ് സാൽവേഷൻ, ആ റിയാലിറ്റി നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല ദൈവമക്കളെ. ഇന്റലക്ച്വലായി നമുക്കിതൊക്കെ പ്രസംഗിക്കാനും എഴുതാനും വായിക്കാനും പറയാനൊക്കെ പറ്റും. പക്ഷെ ജോയ്, ആ രക്ഷയുടെ ആനന്ദം, രക്ഷയുടെ സ്വാതന്ത്ര്യം, ആ രക്ഷയുടെ സമൃദ്ധി, ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച് ഈ ലോകത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്, നീ എളിമപ്പെടണം. ക്രിസ്തുവിനുണ്ടായി ഈ ആറ്റിറ്റ്യൂഡ്. ഏതാണ് ഈ മനോഭാവം? ശൂന്യവൽക്കരണത്തിൻ്റെ, ഇറങ്ങിച്ചെല്ലലിൻ്റെ, താഴ്മയുടെ മനോഭാവം. യാക്കോബിൽ പറയുന്നില്ലേ, തൻ്റെ ലേഖനം 4:10 പറയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ ദൈവജനത്തോട് പറയുന്നുണ്ട്, താൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ, ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾക്ക് കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. എത്ര മനോഹരമായൊരു വചനമാണ്. അപ്പൊ താഴ്മയാണ് പ്രധാനപ്പെട്ടത്. രണ്ടാമത് പൗലോസിൽ എടുത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവിനുണ്ടായ ആ മനോഭാവം, അതനുസരണമാണ്. ഫിലിപ്പി സഭയ്ക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വചനങ്ങളിൽ എന്താണ്? അവൻ തന്നെ താഴ്ത്തി കുരിശുമരണം വരെ എല്ലാ കാര്യങ്ങളിലും അനുസരണമുള്ളവനായി തന്നെ ചെറുതാക്കി, തന്നെ താഴ്ത്തി, തന്നെ ശൂന്യവൽക്കരിച്ചു. ഒബീഡിയൻസ്,
രണ്ടാമത്തെ അനുസരണം, എല്ലാ കാര്യങ്ങളിലുള്ള അനുസരണം. ഈ ലോക ജീവിതത്തിൽ രക്ഷ നമുക്ക് ആനന്ദമാകണമെങ്കിൽ, രക്ഷ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ അനുസരണത്തിലേക്ക് വന്ന് ഇന്ന് ലോകത്തെ നയിക്കുന്ന ശക്തമായൊരു സ്പിരിറ്റാണ് അനുസരണക്കേടിൻ്റെ അരൂപി. അത് സഭയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും കൂട്ടായ്മകളിലാണെങ്കിലും അത് ഓഫീസിലായിട്ട് ഏത് തൊഴിൽശാലകളിലാണെങ്കിലും ഈ അനുസരണക്കേടിൻ്റെ അരൂപി ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം പ്രബലപ്പെട്ടിരിക്കുകയാണ്. മാതാപിതാക്കളും മക്കളും ഒരുപാട് മക്കൾ അനുസരണക്കേടിൻ്റെ ദുരാത്മാവിൽ ബന്ധിതരായിരിക്കുകയാണ്. ഡിസൊബീഡിയൻസ്. രക്ഷ ആനന്ദമാവില്ല. ജോയ് ഓഫ് സാൽവേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവില്ല. രക്ഷ എന്നൊക്കെ പറഞ്ഞ് നടക്കാം, പക്ഷെ അതിൻ്റെ ആനന്ദം, അതിന് യേശുവിനെ ആൾ കണ്ടുമുട്ടുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. അതല്ല ഈ ലോകത്തിലെ സകല ഇമ്പങ്ങളും നിറങ്ങളും ലോകത്തിൻ്റെ നശ്വരമായ എല്ലാവിധ ആർഭാടങ്ങളും വിട്ടുകളയാൻ ഒരു ദൈവ പൈതലിനെ പ്രാപ്തനാക്കുന്നത് ഈ ജോയാണ്. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ജോയ് ഓഫ് സാൽവേഷൻ. അതൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സകല ഇമ്പങ്ങളും ആ വ്യക്തിക്ക് എന്തായിട്ട് തോന്നും? ഉച്ഛിഷ്ടമായി, വേസ്റ്റായി അനുഭവപ്പെടും. അബ്രഹാമിനെ നോക്കി ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. ഉൽപ്പത്തിയുടെ 22:18 നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് അബ്രഹാം, ദൈവം വിളിക്കുകയാണ്, അബ്രഹാം നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്നിലൂടെ നിന്റെ സകല സന്തതി പരമ്പര ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിയുടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, ബ്ലെസ്സഡ് ആകും. കർത്താവ് നൽകിയ വാഗ്ദാനം കണ്ടു. എന്താണ് ആ അനുഗ്രഹത്തിൻ്റെ ആധാരം? നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഒബീഡിയൻസ്. 2021 ക്രിസ്മസ് നമുക്ക് അനുഭവമാകണമെങ്കിൽ ഈ അനുസരണത്തിൻ്റെ അരൂപിയിലേക്ക് നമ്മൾ കടന്നു വരണം. അനുസരണത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കണം, നയിക്കണം. വെളിപാട് 3:8 പറയുന്നുണ്ട്, ആർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. എന്താണ് അതിൻ്റെ ആധാരം? നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ വചനം അനുസരിച്ചു, നീ അതിനു വേണ്ടി വില കൊടുത്തു, നീ അതിനോട് കമ്മിറ്റഡായി, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. ആയതിനാൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഇതാ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. എത്ര സുന്ദരമായ പ്രോമിസ് എൻ്റെ സഹോദര സഹോദരി. ഇത് എനിക്കും നിനക്കുമുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ഇത് സ്വന്തമാക്കാൻ ക്രിസ്മസ് അനുഭവത്തിൽ, അത് ഈ സീസണിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് എല്ലാ ദിനത്തിലും ക്രിസ്മസ് അനുഭവം ഉണ്ടാവണം. ഒരു ക്രൈസ്തവൻ ജീവിക്കേണ്ടത് ഈ ഒരു അനുഭവത്തിലാണ്, രക്ഷയുടെ അനുഭവത്തിലാണ്. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം. ലോകം മുഴുവനിലും ഈ രക്ഷയുടെ അലയടികൾ ഉണ്ടാകാൻ, കർത്താവ് നേടിത്തന്ന രക്ഷ അസംഖ്യം ആത്മാക്കളിലേക്ക് ഒഴുകപ്പെടുവാൻ, എല്ലാ ജനപദങ്ങളും കർത്താവായ യേശുവിൻ്റെ നിത്യമായ രക്ഷ സ്വന്തമാക്കി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പരിത്യാഗമെടുക്കാം. അതിനായി കർത്താവിൻ്റെ സ്വപ്നങ്ങളോട്, കർത്താവിൻ്റെ പദ്ധതികളോട് എന്ത് വില കൊടുത്തും സഹകരിക്കുന്നവരായി നമുക്ക് മാറാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്മസിൻ്റെ ആ നന്മകളും അനുഗ്രഹങ്ങളും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയാണ്. വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ ഏകരക്ഷയായ കർത്താവായ യേശു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ
മഹത്വത്തിൻ